ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻസ്, ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും. ഇവിടെ താഴെ ഒരു ലെറ്ററാണ് കൊടുത്തിരിക്കുന്നത്, നമുക്ക് വായിച്ചു നോക്കാം. Probably the first men were hardly men like we know them today. ആദിമ മനുഷ്യർ ഒരിക്കലും നാം ഇന്ന് കാണുന്നത് പോലെ ആയിരുന്നിരിക്കില്ല. They must have been half apes, half men, living rather like monkeys. അതായത് പകുതി കുരങ്ങും പകുതി മനുഷ്യനുമായിരുന്ന അവർ ഏതാണ്ട് കുരങ്ങിനെ പോലെ തന്നെ ജീവിച്ചിരിക്കണം. Do you remember going with us to see a professor in Heidelberg in Germany? ജർമ്മനിയിൽ ഹൈഡൽബർഗ് എന്ന പട്ടണത്തിൽ ഒരു പ്രൊഫസറെ കാണാനായിട്ട് നമ്മൾ പോയത് നിനക്ക് ഓർമ്മയുണ്ടോ? ഹി ഷോഡ് അസ് എ ലിറ്റിൽ മ്യൂസിയം ഫുൾ ഓഫ് ഫോസിൽസ് ആൻഡ് എസ്പെഷ്യലി ആൻ ഓൾഡ് സ്കൾ വിച്ച് ഹി കെപ്റ്റ് കെയർഫുള്ളി ലോക്ക്ഡ് അപ്പ് ഇൻ എ സേഫ്. ജന്തുക്കളുടെയൊക്കെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ഒരു കാഴ്ച ബംഗ്ലാവ് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. അതിൽ പ്രത്യേകമായി ഒരു തലയോട്, അതായത് സ്കൾ തലയോട് അദ്ദേഹം ഒരു ഇരുമ്പ് പെട്ടിയിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്നുവല്ലോ. The skull was supposed to belong to one of these earliest men. അതൊരു ആദിമ മനുഷ്യൻ്റെ തലയോടാണത്രേ. We now call him the Heidelberg man simply because the skull was found buried near Heidelberg. ഇപ്പോൾ നമ്മൾ ആ ആദിമ മനുഷ്യനെ ഹൈഡൽബർഗ് മനുഷ്യൻ എന്നാണ് പറഞ്ഞു വരുന്നത്. കാരണം എന്താ? ആ തലയോട് ഹൈഡൽബർഗ് എന്ന പട്ടണത്തിന് സമീപം ഒരു ദിക്കിൽ കുഴിച്ചപ്പോൾ കിട്ടിയത് കൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്. ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ ബൈ ജവഹർലാൽ നെഹ്റു. ഈ ലെറ്റർ ഏതിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്? ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന് ജവഹർലാൽ നെഹ്റു എഴുതിയ ഒരു ബുക്കിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. വാട്ട് യു ഹാവ് റെഡ് ഈസ് എ പാസേജ് ഫ്രം ജവഹർലാൽ നെഹ്റുസ് ബുക്ക് ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ. ഓക്കെ, വാട്ട് ഈസ് ദ ഹിസ്റ്റോറിക്കൽ റിമെയിൻ ദാറ്റ് ജവഹർലാൽ നെഹ്റു മെൻഷൻസ് ഹിയർ? ഇതിൽ ജവഹർലാൽ നെഹ്റു പരാമർശിക്കുന്ന ചരിത്ര ശേഷിപ്പ് എന്താണ്? അക്കോർഡിംഗ് ടു ഹിം, വേർ വാസ് ഇറ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം? അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്നാണ് സൂചിപ്പിക്കുന്നത്. ദിസ് ഹിസ്റ്റോറിക്കൽ റിമെയിൻ ഓഫ് ദ പ്രിമിറ്റീവ് ഹ്യൂമൻസ് ഈസ് എസ്റ്റിമേറ്റഡ് ടു ബി ലാക്സ് ഓഫ് ഇയേഴ്സ് ഓഫ് ഓൾഡ്. അതായത് ഈ ആദിമ മനുഷ്യൻ്റെ ചരിത്രശേഷിപ്പിന് ഏതാണ്ട് ലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. Can you think of people who lived all these years ago or about that period? ഇത്രയേറെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരെക്കുറിച്ചോ ആ കാലഘട്ടത്തെക്കുറിച്ചോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? Shall we take a look at the history of people at that time? അക്കാലത്തെ മനുഷ്യരുടെ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. Let's trace our ancestors. Look at the family tree that Sinu prepared, including members of his family's previous generations. അതായത് സിനു തൻ്റെ കുടുംബത്തിലെ മുൻ തലമുറകളിലെ അംഗങ്ങളെയൊക്കെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഫാമിലി ട്രീയാണിത്. അത് ശ്രദ്ധിക്കുക. ഇൻ ദിസ് വേ ഡീറ്റെയിൽസ് ഓഫ് ഹൗ മെനി ജനറേഷൻസ് ഓഫ് യുവർ ഫാമിലി ക്യാൻ യു ഫൈൻഡ്? ഇതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ എത്ര തലമുറകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് കഴിയും? ഇഫ് വി ക്യാൻ ഗോ ബാക്ക് തൗസൻഡ്സ് ഓഫ് ജനറേഷൻസ് ലൈക്ക് ദിസ്, വി ക്യാൻ റീച്ച് ദ ഏർലി ഹ്യൂമൻസ്. അതായത് ഇങ്ങനെ അനേകായിരം തലമുറകൾ പുറകോട്ട് പോകാൻ കഴിഞ്ഞാൽ നമുക്ക് ആദിമ മനുഷ്യരിൽ ചെന്നെത്താം. ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അത് നോക്കാം. BCE ആൻഡ് CE. Chronologically, history is divided into two periods, before Common Era and Common Era. അതായത് കാലഗണന അനുസരിച്ചിട്ട് ചരിത്രത്തെ 2 കാലഘട്ടങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് ബിഫോർ കോമൺ ഈറ എന്നും, അതായത് BCE, ആൻഡ് കോമൺ ഈറ, അതായത് CE എന്നും. ബേസ്ഡ് ഓൺ ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഏർലിയർ ഇറ്റ് വാസ് ഡിവൈഡഡ് ഇൻ ടു BC ആൻഡ് AD. യേശുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കി മുൻകാലങ്ങളിൽ BC, ED എന്നിങ്ങനെയാണ് വിഭജിച്ചിരുന്നത്. ദ പീരിയഡ് ബിഫോർ ദ ബർത്ത് ഓഫ് ക്രൈസ്റ്റ് വാസ് നോൺ ആസ് BC, അതായത് ബിഫോർ ക്രൈസ്റ്റ്, ആൻഡ് ദ പീരീഡ് ആഫ്റ്റർ ദ ബർത്ത് ഓഫ് ക്രൈസ്റ്റ് വാസ് നോൺ ആസ് AD, അന്നോ ഡൊമിനി. ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തെ BC, അതായത് ബിഫോർ ക്രൈസ്റ്റ് എന്നും, ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷമുള്ള കാലത്തെ AD എന്നും
ആണ് വിളിച്ചിരുന്നത്. ദീസ് ഡേയ്സ് ഇറ്റ് ഈസ് നോൺ ആസ് BCE ആൻഡ് CE റെസ്പെക്റ്റീവ്ലി. അതായത് ഇന്ന് ഇത് യഥാക്രമം BCE എന്നും CE എന്നുമാണ് അറിയപ്പെടുന്നത്. മനസ്സിലായോ? താഴെ വീണ്ടും ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, നോക്കാം. A century denotes 100 years. അതായത് ഒരു നൂറ്റാണ്ട് എന്നാൽ 100 വർഷമാണ്. ഓക്കെ, ഒരു നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ 100 വർഷമാണ്. എ മില്യൺ ഇയേഴ്സ് ഡിനോട്ട്സ് 10 lakh ഇയേഴ്സ്. അതായത് ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം വർഷമാണ്. ഓക്കെ, 10 ലക്ഷം വർഷമാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ഹ്യൂമൻസ്. മനുഷ്യരുടെ ഉത്ഭവവും പരിണാമവും. Human fossils are important sources that help us to learn about the history of early humans. It is by scientifically calculating the age of such fossils that the history of the origin and evolution of humans is written. അതായത് ഈ ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് നമ്മളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട സ്രോതസ്സുകളാണ് ഹ്യൂമൻ ഫോസിൽസ്, അതായത് മനുഷ്യ ഫോസിലുകൾ. ഇത്തരം ഫോസിലുകളുടെയൊക്കെ കാലപ്പഴക്കം, അതായത് അവരെത്ര വർഷം മുമ്പ് ജീവിച്ചിരുന്നവരാണെന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത് അവർ ശാസ്ത്രീയമായി നിർണയിച്ചിട്ടാണ് മനുഷ്യരുടെ ഉത്ഭവത്തിൻ്റെയും പരിണാമത്തിൻ്റെയും ഒക്കെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ റൈറ്റ് സൈഡിലെ ബോക്സ് ശ്രദ്ധിക്കുക. ഫോസിൽസ്. ഫോസിൽസ് ആർ ദ റിമെയിൻസ് ഓഫ് ഏൻഷ്യൻ പ്ലാന്റ്സ്, animals and humans. These are generally embedded in rocks and have been preserved for millions of years. അതായത് ഈ പുരാതന സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ഒക്കെ ശേഷിപ്പുകളാണ് ഫോസിലുകൾ. പൊതുവെ അവരെയൊക്കെ ഈ പാറകളിൽ പതിഞ്ഞിരിക്കുകയും അത് ദശലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് സംരക്ഷിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. മനസ്സിലായല്ലോ? അതാണ് ഫോസിൽസ്. അപ്പം വാട്ട് ആർ ഫോസിൽസ് എന്നതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹ്യൂമൻ എവല്യൂഷൻ, അതായത് മനുഷ്യ പരിണാമം. ഇറ്റ് വാസ് ചാൾസ് ഡാർവിൻ ഹു പ്രപ്പോസ്ഡ് എ സയൻറ്റിഫിക് വ്യൂ ഓൺ ദ ഒറിജിൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച്, അതായത് മനുഷ്യരുടെ തുടക്കത്തെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ചാൾസ് ഡാർവിനാണ്. He suggested that humans have originated through organic changes that took place over a long period of time. അദ്ദേഹം എന്താണ് പറഞ്ഞു വെച്ചത്? ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെയാണ്. അതായത് ഓർഗാനിക് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജൈവിക മാറ്റം. ഈ ഒരു ജൈവിക മാറ്റത്തിലൂടെയാണ് മനുഷ്യരുടെ ഉത്ഭവം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഹി കോൾഡ് ദിസ് പ്രോസസ് എവല്യൂഷൻ. അപ്പോൾ അദ്ദേഹം ഈ ഒരു പരിണാമത്തെ, അതായത് ഈ ഒരു മാറ്റത്തെ, ഈ ഒരു പ്രക്രിയയെ അദ്ദേഹം എന്താണ് വിളിച്ചത്? എവല്യൂഷൻ. ഓക്കെ, ഹി പ്രസൻറ്റഡ് ദ തിയറി ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ ഇൻ ഹിസ് ബുക്ക് ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് പബ്ലിഷ്ഡ് ഇൻ 1859. അതായത് 1859 പ്രസിദ്ധീകരിച്ച ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഒരു ബുക്കിലാണ് അദ്ദേഹം മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ തിയറി, അതായത് സിദ്ധാന്തം അവതരിപ്പിച്ചത്. ചാൾസ് ഡാർവിൻ. ഇനി ചാൾസ് ഡാർവിനെ കുറിച്ച് നോക്കാം. ചാൾസ് ഡാർവിൻ വാസ് ബോൺ ഇൻ ഇംഗ്ലണ്ട് ഓൺ ഫെബ്രുവരി 12, 1809. 1809 ഫെബ്രുവരി 12 ഇംഗ്ലണ്ടിലാണ് ചാൾസ് ഡാർവിൻ ജനിച്ചത്. He is a naturalist who helped in understanding the process that led to the origin of life on earth and the diversity of living organisms. അതായത് ഭൂമിയിൽ ജീവൻ്റെ ഉത്ഭവത്തിലേക്കും ജീവജാലങ്ങളുടെ വൈവിധ്യത്തിലേക്കുമൊക്കെ നയിച്ച ആ പ്രോസസ്സ്, അതായത് ആ പ്രക്രിയകൾ മനസ്സിലാക്കാനായിട്ട് സഹായിച്ച ഒരു നാച്ചുറലിസ്റ്റ്, അതായത് ഒരു പ്രകൃതി ശാസ്ത്രജ്ഞനായിരുന്നു ആര്? ചാൾസ് ഡാർവിൻ. Okay, Charles Darwin explained through his theory of evolution that all living species evolved over a period of time and took millions of years to reach its present form. അതായത് എല്ലാ ജീവജാലങ്ങളും പരിണമിച്ച് രൂപപ്പെട്ടതാണെന്നും അത് ഓരോ ജീവിവർഗവും ഇന്നത്തെ രൂപത്തിലെത്താനായിട്ട് അനേക ലക്ഷം വർഷങ്ങൾ എടുത്തുവെന്നും ചാൾസ് ഡാർവിൻ തൻ്റെ പരിണാമ സിദ്ധാന്തത്തിലൂടെ വിശദീകരിച്ചു. Ancestors of humans. Early humans evolved millions of years ago. അതായത് ആൻസസ്റ്റേഴ്സ് ഓഫ് ഹ്യൂമൻസ്, മനുഷ്യരുടെ പൂർവികർ, ആദിമ മനുഷ്യർ രൂപം കൊണ്ടത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. ഹ്യൂമൻ ഇവല്യൂഷൻ ബിഗാൻ ഫ്രം പ്രൈമേറ്റ്സ്, എ കാറ്റഗറി ഓഫ് മാമൽസ്. അതായത്
മനുഷ്യൻ്റെ പരിണാമം ആരംഭിക്കുന്നത്, മനുഷ്യൻ്റെ തുടക്കം ആരംഭിക്കുന്നത് തന്നെ എന്തിൽ നിന്നാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? പ്രൈമേറ്റ്സ്, അതായത് ഒരു സസ്തനികളിൽ നിന്നാണ്. ഒരു പ്രത്യേക വിഭാഗമായ പ്രൈമേറ്റുകൾ, അതായത് സസ്തനികളിൽ നിന്നാണ് മനുഷ്യൻ്റെ പരിണാമം തുടക്കം അത് ആരംഭിക്കുന്നത് തന്നെ. ഒബ്സർവ് ദ ഫ്ലോ ചാർട്ട് ദാറ്റ് ഇൻക്ലൂഡ്സ് ദ വേരിയസ് സ്റ്റേജസ് ഓഫ് എവല്യൂഷൻ. അപ്പോൾ പരിണാമത്തിൻ്റെ ആ ഒരു മാറ്റത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ടാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഹിയർ ഫസ്റ്റ് വൺ, പ്രൈമേറ്റ്സ്, എ കാറ്റഗറി ഓഫ് മാമൽസ്. അതായത് ആദ്യത്തെ വിഭാഗമായിരുന്നു പ്രൈമേറ്റ്സ്, അത് ഒരു സസ്തനികളുടെ ഒരു വിഭാഗമായിരുന്നു. നെക്സ്റ്റ് വൺ, ഹോമിനോയിഡ്സ്, അതായത് വോക്ക്ഡ് ഓൺ 4 legs, ഹോമിനോയിഡുകൾ, അതായത് 4 കാലിൽ നടക്കുന്നവർ. നെക്സ്റ്റ് വൺ, ഹോമിനിഡ്സ്, അതായത് വോക്ക്ഡ് ഓൺ 2 legs, 2 കാലിൽ നടത്തം. നെക്സ്റ്റ് വൺ, ഈ ഹോമിനിഡ്സ് തന്നെ 2 കാറ്റഗറി ആയിട്ട് വീണ്ടും തിരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഓസ്ട്രലോപിത്തേക്കസ് എന്നും നെക്സ്റ്റ് വൺ ഹോമോ എന്നും. ഇങ്ങനെ ഹോമിനിഡ്സിനെ 2 ആയിട്ട് തിരിച്ചിരിക്കുന്നു, ഓസ്ട്രലോപിത്തേക്കസ് ദെൻ ഹോമോ. വീണ്ടും നമുക്ക് കാണാം ഈ ഹോമോയെ തന്നെ ഇവിടെ 3 ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഫസ്റ്റ് വൺ, ഹോമോ ഹാബിലിസ്, ദ ടൂൾ മേക്കേഴ്സ്, അതായത് ഉപകരണ നിർമ്മാതാക്കൾ. അടുത്തത് ഹോമോ ഇറക്റ്റസ്, ദ അപ്രൈറ്റ് ഹ്യൂമൻസ്, നിവർന്നു നിൽക്കുന്ന മനുഷ്യർ. ദെൻ ഹോമോ സാപ്പിയൻസ്, ദ വൈസ് ഓർ തിങ്കിങ് മാൻ, ബുദ്ധിയുള്ള മനുഷ്യർ. അങ്ങനെ ഈ ഒരു 3 കാറ്റഗറി ആയിട്ട് ഹോമോ തിരിച്ചിട്ടുണ്ട്. You have seen from the flowchart that Homo habilis, Homo erectus and Homo sapiens were the subgroups of Homo. അതായത് ഇവിടെ ഈ ഹോമോയുടെ സബ് ഗ്രൂപ്പ്സ് ആണ് ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ 3 വിഭാഗങ്ങൾ. ഏതൊക്കെയാണ്? ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്റ്റസ് ആൻഡ് ഹോമോ സാപ്പിയൻസ്. മനസ്സിലായല്ലോ? ദ ഹ്യൂമൻ സ്പീഷീസ് ടു വിച്ച് വി ബിലോങ് ഈസ് ഹോമോ സാപ്പിയൻസ്. അതായത് നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യവർഗം ഹോമോ സാപ്പിയൻസ് വിഭാഗത്തിൽപ്പെടുന്നവരാണ്. Prepared a note including the various stages of human evolution and their characteristics. അതായത് മനുഷ്യപരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങളും അവയുടെ സവിശേഷതകളും ഒക്കെ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വേരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, മനുഷ്യവികാസത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏർലി ഹ്യൂമൻസ് ലീവ്ഡ് ഇൻ ദ ഫോറസ്റ്റ്. ആദിമ മനുഷ്യർ വനങ്ങളിലാണ് താമസിച്ചിരുന്നത്. ദേ ലീവ്ഡ് ബൈ ഗ്യാദറിങ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആൻഡ് ഹണ്ടിങ് ആനിമൽസ് ടു ഈറ്റ് ദെയർ മീറ്റ്. അപ്പം പണ്ടത്തെ കാലത്ത് ആളുകൾ വനങ്ങളിലാണ് താമസിച്ചിരുന്നതെന്ന് പറഞ്ഞു. അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത്? അതായത് ഗ്യാദറിങ് ഫ്രൂട്ട്സ്, കായ്കനികൾ, ഫ്രൂട്ട്സൊക്കെ ശേഖരിച്ചും മൃഗങ്ങളെ വേട്ടയാടിയും അവയുടെ മാംസം ഭക്ഷിച്ചും ഒക്കെയാണ് അവർ ജീവിച്ചിരുന്നത്. ദേ യൂസ്ഡ് റഫ് സ്റ്റോൺസ് ഫ്രം ദെയർ സറൗണ്ടിങ്സ് ആസ് വെപ്പൺസ്. ഒരു ചുറ്റുപാടിൽ നിന്നൊക്കെ പരുക്കൻ കല്ലുകൾ, റഫ് സ്റ്റോൺസ് ആണ് അവർ ആയുധമാക്കിയിരുന്നത്. ഓക്കെ, സിൻസ് സ്റ്റോൺസ് വെയർ യൂസ്ഡ് ആസ് വെപ്പൺസ് ദിസ് പീരീഡ് ഈസ് കോൾഡ് ദ സ്റ്റോൺ ഏജ്. അതായത് ശിലകൾ, അതായത് കല്ലുകൾ ആയുധമായിട്ട് ഉപയോഗിച്ചിരുന്നതിനാൽ ആ കാലഘട്ടത്തെ അവരെന്താണ് വിളിച്ചിരുന്നത്? ശിലായുഗം, അതായത് സ്റ്റോൺ ഏജ് എന്നാണ് വിളിച്ചിരുന്നത്. ബേസ്ഡ് ഓൺ ദ ഡെവലപ്മെൻറ്റ് അച്ചീവ്ഡ് ഓവർ ടൈം ഇൻ വെപ്പൺസ് ആൻഡ് ടൂൾസ് മെയ്ഡ് ഓഫ് സ്റ്റോൺസ്, ദ സ്റ്റോൺ ഏജ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3 stages. അപ്പോൾ ഈ ഒരു സ്റ്റോൺ ഏജ്, അതായത് ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആയുധങ്ങളിലും ഉപകരണങ്ങളിലുമൊക്കെ കാലക്രമത്തിൽ പുരോഗതി ഉണ്ടായി. ആ പുരോഗതിയെ അടിസ്ഥാനമാക്കിയിട്ട് അവർ ഈ സ്റ്റോൺ ഏജിനെ 3 ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഇവിടെ സ്റ്റോൺ ഏജിനെ 3 ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ് ആൻഡ് നിയോലിത്തിക് ഏജ്. നോട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ വേരിയസ് സ്റ്റോൺ ഏജ് പീരീഡ്സ്. അതായത് വിവിധ ശിലായുഗ ഘട്ടങ്ങളുടെ സവിശേഷതകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, പാലിയോലിത്തിക് ഏജ്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണ്? ഫസ്റ്റ് ഫേസ് ഓഫ് സ്റ്റോൺ ഏജ്, അതായത് ശിലായുഗത്തിലെ ആദ്യ ഘട്ടമാണ് പാലിയോലിത്തിക് ഏജ്. ദെൻ യൂസ്ഡ് റഫ് സ്റ്റോൺസ് ആസ് ടൂൾസ്, പരുക്കൻ കല്ലുകളൊക്കെ അവർ ഉപകരണമാക്കി. നെക്സ്റ്റ് വൺ, ഗ്യാദറിങ് ആൻഡ് ഹണ്ടിങ് ആസ് എ മീൻസ് ഓഫ് ലിവ്ലിഹുഡ്, അതായത് ശേഖരിക്കലും, അതായത് ഭക്ഷണ സാധനങ്ങൾ ശേഖരിക്കലും വേട്ടയാടലുമൊക്കെ ഒരു ഉപജീവന മാർഗമാക്കി. നെക്സ്റ്റ് സ്റ്റേജ് എന്തായിരുന്നു? മീസോലിത്തിക് ഏജ്. ഇവിടെ ഇവരുടെ സവിശേഷതകൾ എന്തായിരുന്നു? യൂസ്ഡ് സ്മോളർ ഫൈൻ സ്റ്റോൺ
ടൂൾസ്, അതായത് സൂക്ഷ്മശിലകൾ, അതായത് കുറച്ചുകൂടി സ്മോളർ ആയിട്ടുള്ളതും കുറച്ചുകൂടി കൂർത്തതുമായ സ്റ്റോൺസാണ് അവരുപയോഗിച്ചിരുന്നത്. നെക്സ്റ്റ് വൺ, യൂസ്ഡ് എഡിബിൾ ഗ്രാസസ് ആൻഡ് ഫിഷ് ആസ് ഫുഡ്. ഭക്ഷ്യയോഗ്യമായിട്ടുള്ള കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പുല്ലിനങ്ങളും മത്സ്യവും ഒക്കെ അവർ ഭക്ഷണമാക്കി. നെക്സ്റ്റ് വൺ, ആനിമൽ സ്കിൻ, ബാർക്ക് ഓഫ് ട്രീസ് ആൻഡ് ലീവ്സ് യൂസ്ഡ് ഫോർ ക്ലോത്തിങ്. അപ്പം അതായത് ഈ മൃഗങ്ങളുടെ തോലും അതുപോലെ തന്നെ മരത്തിൻ്റെ തോലും ഒക്കെ ഇലകളുമൊക്കെയാണ് അവർ വസ്ത്രങ്ങളാക്കി ഉപയോഗിച്ചിരുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റേജിലേക്ക് പോകുമ്പോൾ നിയോലിത്തിക് ഏജ്. യൂസ്ഡ് മോർ റിഫൈൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്, അതായത് കൂടുതൽ കുറച്ചുകൂടെ പഴയതിനേക്കാളും ഡെവലപ്പായിട്ടുള്ളതും കുറച്ചുകൂടി മിനുസമുള്ളതുമായ കല്ലുപകരണങ്ങളൊക്കെ അവർ ഉപയോഗിച്ചു. നെക്സ്റ്റ് വൺ, അഗ്രികൾച്ചർ സ്റ്റാർട്ടഡ്, കൃഷി ആരംഭിച്ചു. ഇൻവെൻറ്റഡ് വീൽ ആൻഡ് സ്റ്റാർട്ടഡ് മേക്കിംഗ് പോട്ടറി. അപ്പോൾ ചക്രം കണ്ടുപിടിക്കുകയും മൺപാത്ര നിർമ്മാണം, പോട്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്, മൺപാത്ര നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. നെക്സ്റ്റ് വൺ, ഇവിടെ ബോക്സിൽ ശ്രദ്ധിക്കുക, ഭീംബെട്ക. Bhimbetka in Madhya Pradesh is an important rock shelter in India which was inhabited by Stone Age humans. അതായത് ഈ ശിലായുഗ മനുഷ്യർ താമസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന ഗുഹാകേന്ദ്രമാണ് മധ്യപ്രദേശിലെ ഭീംബെട്ക. The paintings inside this cave tell us about the varied ways of life of ancient humans. അതായത് ഈ പ്രാചീന മനുഷ്യരുടെ, ആദിമ കാലത്തുണ്ടായ മനുഷ്യരുടെ വിവിധ ജീവിത രീതികളെക്കുറിച്ച് ഇവിടുത്തെ ഗുഹയിൽ ചിത്രങ്ങൾ നമ്മോട് പറയുന്നു. ദീസ് കേവ് പെയിൻറ്റിങ്സ് ആർ ഓൾസോ എ പ്രൂഫ് ഓഫ് ദെയർ കമ്മ്യൂണിക്കേഷൻ. അത് അവരുടെ ആശയവിനിമയത്തിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ ഗുഹയിലെ ചിത്രങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ് ഭീംബെട്കയിലെ ഗുഹകൾ. ഇതാണ് ആ ഗുഹയ്ക്കുള്ളിൽ കേവ് പെയിൻറ്റിങ്സ് കണ്ടോ, ഇവിടെ പാറകളിലൊക്കെ ഇവിടെ അവർ പെയിൻറ്റിങ്സ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അവരുടെ ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കൂടിയായിരുന്നു. റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പാലിയോലിത്തിക്, മീസോലിത്തിക് ആൻഡ് നിയോലിത്തിക് പീരിയഡ്സ് ഓൺ സ്ട്രിപ്സ് ആൻഡ് പ്ലേസ് ദം ഇൻ എ ബൗൾ. ഇനി നിങ്ങൾക്കിത് ക്ലാസ്സിൽ ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അതായത് പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, അതുമല്ലെങ്കിൽ നവീന ശിലായുഗം എന്നിവയുടെയൊക്കെ പ്രത്യേകതകൾ ഈ ഒരു സ്ട്രിപ്പിൽ എഴുതിയിട്ട് ബൗളിൽ വയ്ക്കുക. അറേഞ്ച് ദ ചാർട്ട്സ് വിത്ത് ദ നെയിംസ് ഓഫ് ദീസ് സ്റ്റോൺ ഏജ് പീരീഡ്സ് ഇൻ ദ ക്ലാസ് റൂം. അപ്പം ഈ വിവിധ ശിലായുഗങ്ങളുടെയൊക്കെ പേരുകൾ എഴുതിയ ചാർട്ടൊക്കെ ക്ലാസ്സിൽ അറേഞ്ച് ചെയ്യുക. The children may pick the strips from the bowl and paste them on the corresponding chart in the correct order. അപ്പോൾ കുട്ടികൾ ഓരോരുത്തരായിട്ട് സ്ട്രിപ്പ് എടുത്തിട്ട് ഉചിതമായ രീതിയിൽ ആ ചാർട്ടിൽ കറക്റ്റ് പ്ലേസിൽ ഒട്ടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾക്കുള്ളൊരു ആക്ടിവിറ്റിയാണ്, ഒരു ക്ലാസ് റൂം ആക്ടിവിറ്റിയാണ്. ഹിയർ ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് സെറ്റിൽഡ് ലൈഫ്. അപ്പോൾ കൃഷിയുടെ ആരംഭവും സ്ഥിരവാസവും. യു ഹാവ് സീൻ ദാറ്റ് അഗ്രികൾച്ചർ ബിഗാൻ ഇൻ ദ നിയോലിത്തിക് പീരീഡ്. അതായത് നിങ്ങൾ ഓൾറെഡി കണ്ടു, കൃഷിയുടെ ആരംഭം എവിടെ നിന്നായിരുന്നു, നിയോലിത്തിക് പീരീഡിൽ നിന്നായിരുന്നു. അതായത് നവീന ശിലായുഗത്തിൽ നിന്നാണ് കൃഷിയുടെ ആരംഭം. ആസ് ഹ്യൂമൻ സ്റ്റാർട്ടഡ് ഫാമിംഗ് ഇറ്റ് ബിക്കെയിം നെസസറി ഫോർ ദം ടു സെറ്റിൽ നിയർ ദ ഫാം ലാൻഡ്സ്. അപ്പോൾ കൃഷി ചെയ്യാനായിട്ട് മനുഷ്യർ ആരംഭിച്ചപ്പോൾ അവർക്ക് ആ കൃഷിയിടങ്ങൾക്ക് സമീപത്തായി തന്നെ സ്ഥിര താമസം ആവശ്യമായി വന്നു. They settled near their farms to maintain the crops, protect the fields from wild animals and to care for their domesticated animals. അപ്പോൾ കൃഷി പരിപാലിക്കാനും അതുപോലെ കൃഷിയിടങ്ങളിൽ വന്യജീവികളിൽ നിന്നൊക്കെ സംരക്ഷിക്കാനും മൃഗങ്ങളെ സംരക്ഷിക്കാനും അവരെ പരിപാലിക്കുന്നതിനുമൊക്കെയായി അവർക്ക് കൃഷിയിടങ്ങൾക്ക് സമീപത്ത് തന്നെയായിട്ട് താമസമുറപ്പിക്കേണ്ടി വന്നു. വാട്ട് ഓൾ ചേഞ്ചസ് മൈറ്റ് സെറ്റിൽഡ് ലൈഫ് ഹാവ് ബ്രോട്ട് അബൌട്ട് ഇൻ ഹ്യൂമൻസ്. അപ്പം ഇങ്ങനെ ആളുകൾ സ്ഥിരതാമസം മനുഷ്യരിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. സെറ്റിൽഡ് ലൈഫ് ആൻഡ് ചേഞ്ചസ്. അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങിയ മനുഷ്യരുടെ ജീവിത രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത് എന്നാണ് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ഡ്വെല്ലിങ്സ് ബിഗാൻ ടു ബി ബിൽറ്റ്, അതായത് വാസസ്ഥലങ്ങൾ, താമസിക്കാനുള്ള സ്ഥലങ്ങൾ അവർ നിർമ്മിച്ചു തുടങ്ങി. നെക്സ്റ്റ് വൺ, പീപ്പിൾ ബിഗാൻ ടു ഇൻറ്ററാക്ട് മോർ വിത്ത് ഈച്ച് അതർ ആൻഡ് മാർക്ക് ദ ബിഗിനിങ് ഓഫ് ഓർഗനൈസ്ഡ് സോഷ്യൽ ലൈഫ്. അതായത് ആളുകൾ തമ്മിൽ കൂടുതൽ ഇടപഴകാൻ തുടങ്ങി. അതുപോലെ തന്നെ സംഘടിതമായ ഒരുമിച്ചുള്ള ഒരു സാമൂഹിക ജീവിതത്തിന് അവർ തുടക്കം കുറിക്കുകയും ചെയ്തു. സെറ്റിൽമെൻറ്റ്സ് ഗ്രാജുവലി ഡെവലപ്ഡ് ഇൻ ടു വില്ലേജസ് ആൻഡ് അർബൻ സെൻറ്റേഴ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥിരവാസം, അങ്ങനെയുള്ള ആ സ്ഥലങ്ങളൊക്കെ ക്രമേണ ഗ്രാമങ്ങളായി, അതായത് വില്ലേജസായി, വീണ്ടും അത് നഗരങ്ങളായിട്ടൊക്കെ വികസിച്ചു.
ഫ്രം സ്റ്റോൺ ടു മെറ്റൽ, അതായത് ശിലയിൽ നിന്നും ലോഹത്തിലേക്ക്, അതായത് കല്ലിൽ നിന്ന് തുടങ്ങിയ ഒരു സംസ്കാരം അതിൽ നിന്ന് അവർ ലോഹത്തിലേക്ക് എത്തുകയാണ്. ഇവിടെ 2 ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കാണാം, ഈ ഫസ്റ്റ് പിക്ചറിൽ ഇതെല്ലാം സ്റ്റോൺസ് ആണ്, സ്റ്റോൺസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ടൂൾസ് ആണ് ഈ കൊടുത്തിരിക്കുന്നതെല്ലാം. ഇവിടെ രണ്ടാമത്തെ പിക്ചറിൽ നോക്കുക, ഈ സ്റ്റോൺ ഏജിൽ നിന്ന് ഇവർ എന്തിലേക്ക് മാറി? മെറ്റൽ ഏജിലേക്ക് മാറി. കണ്ടോ, ഇവിടെ കൊടുത്തിരിക്കുന്നതൊക്കെ ബ്രോൺസ് ആണ്, ബ്രോൺസ് കൊണ്ട് ഉണ്ടാക്കിയ ടൂൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? സോ ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൻ അബവ്, വാട്ട് മെറ്റീരിയൽസ് ആർ ദേ മെയ്ഡ് ഓഫ്. അപ്പോൾ മുകളിൽ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക, എന്നിട്ട് ഇവ ഏത് വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് താഴെ എഴുതുക. ഡു യു നോ വിച്ച് വാസ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഹ്യൂമൻസ്? നിങ്ങൾക്കറിയാമോ ആദിമ മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോഹം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? കോപ്പർ വാസ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഹ്യൂമൻസ്. അതായത് ചെമ്പായിരുന്നു ആദിമ മനുഷ്യർ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വാസ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഹ്യൂമൻസ്? കോപ്പർ. കോപ്പർ വാസ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഹ്യൂമൻസ്. The period when humans used weapons and tools made of metals is called the Metal Age. ലോഹങ്ങൾ കൊണ്ട്, അതായത് മെറ്റൽസ് കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെ നിർമ്മിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തെ ലോഹയുഗം, അതായത് മെറ്റൽ ഏജ് എന്നാണ് വിളിക്കുന്നത്. സിൻസ് കോപ്പർ വാസ് നോട്ട് സ്ട്രോങ് ഇനഫ് ഫോർ tilling the soil and cutting trees, they mixed copper and the tin to make a harder and stronger alloy called bronze. സോ അവിടെ എന്താണ് സംഭവിച്ചത്? അവർ ഈ മണ്ണ് ഉഴുതുമറിക്കാൻ, അതായത് കൃഷിയിൽ കിളയ്ക്കുകയൊക്കെ ചെയ്യത്തില്ലേ, അതിനാണ് ഉഴുതുമറിക്കുക എന്ന് പറയുക. അപ്പോൾ മണ്ണ് ഉഴുതുമറിക്കാനും അതുപോലെ മരങ്ങൾ മുറിക്കാനും ഒക്കെയുള്ള ഒരു ശക്തി, ഒരു കാഠിന്യം, ഉറപ്പും ഒന്നും അതൊക്കെ ചെമ്പിന് കുറവായിരുന്നു. അതായത് ഈ കോപ്പറിന് അത് കുറവായിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ചെമ്പും ഈയം, അതായത് ഈ കോപ്പറും ടിന്നെന്ന് പറഞ്ഞാൽ എന്താണ്? ഈയം. ഓക്കെ, അപ്പോൾ ചെമ്പും ഈയവും കൂടെ കൂട്ടിച്ചേർത്തിട്ട് കാഠിന്യവും ഉറപ്പുമൊക്കെയുള്ള ഒരു വെങ്കലം, അതായത് ബ്രോൺസ് എന്ന് പറയുന്ന ഒരു മെറ്റൽ അവർ നിർമ്മിച്ചെടുത്തു. അപ്പോൾ ഇതൊരു മിക്സ്ഡ് മെറ്റലാണ്. കോപ്പറും ഈയവും കൂടി കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഒരു അലോയ്, അതായത് ലോഹസങ്കരമാണ് എന്ത്? ബ്രോൺസ്. മനസ്സിലായല്ലോ? സോ ആ വെങ്കലത്തിന് എന്താ പറയുക? അപ്പോൾ ബ്രോൺസിനാണ് വെങ്കലം എന്ന് പറയുക. അപ്പം അതിന് ദിസ് പീരീഡ് വെൻ വെപ്പൺസ് ആൻഡ് ടൂൾസ് മെയ്ഡ് ഓഫ് ബ്രോൺസ് വെയർ യൂസ്ഡ് ഈസ് നോൺ ആസ് ബ്രോൺസ് ഏജ്. അപ്പോൾ ഈ ഒരു വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെ ഉപയോഗിച്ചിരുന്ന ആ ഒരു കാലഘട്ടം അവർ വെങ്കലയുഗം, അതായത് ബ്രോൺസ് ഏജ് ആണ് എന്നാണ് വിളിച്ചിരുന്നത്. Okay, with the use of bronze tools, they occurred significant changes in human life. Let's see what they were. ഇങ്ങനെ വെങ്കലം കൊണ്ടൊക്കെ ഉള്ള ഉപകരണങ്ങൾ, ബ്രോൺസ് കൊണ്ടുള്ള ടൂൾസൊക്കെ ഉപയോഗിക്കാൻ ആരംഭിച്ചതോടെ മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അവ എന്താണെന്ന് നോക്കാം. ഹിയർ ദ യൂസ് ഓഫ് ബ്രോൺസ് ആൻഡ് ചേഞ്ചസ് ഇൻ ഹ്യൂമൻ ലൈഫ്, അതായത് ബ്രോൺസിൻ്റെ ഉപയോഗം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ. ഫസ്റ്റ് വൺ, ബ്രോൺസ് ടൂൾസ് ഹെൽപ്ഡ് ഇൻ എക്സ്പാൻഡിങ് അഗ്രികൾച്ചറൽ ലാൻഡ്. അതായത് ഈ ബ്രോൺസ് കൊണ്ടുണ്ടാക്കിയ ഉപകരണങ്ങളൊക്കെ കൃഷിയിടത്തിൽ വ്യാപിക്കുന്നതിന് സഹായകമായി. ദ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ലെഡ് ടു ആൻ ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. അപ്പോൾ കൃഷിയിടങ്ങളുടെയൊക്കെ വ്യാപനം കാർഷിക രീതിയിലുള്ള കൃഷി രീതിയിലുള്ള ഉൽപ്പാദനത്തിന് കാരണമായി. ഓക്കെ, അത് വർദ്ധിച്ചു. അതായത് കൃഷിയിടങ്ങളിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ടൂൾസ് കൊണ്ടുള്ള ഉപകരണങ്ങൾ, അതായത് ഈ ടൂൾസൊക്കെ ഉപയോഗിച്ച് നമ്മൾ കൃഷി ഇളക്കാനും മണ്ണ് കൊത്തിമറിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ അവർക്ക് കൂടുതൽ കൃഷി ചെയ്യാൻ പറ്റി. അതോടുകൂടി കൃഷിയുടെ വിളവിൽ കൂടുതൽ വർധനവ് ഉണ്ടായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ പേവ്ഡ് ദ വേ ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സെൻറ്റേഴ്സ് ഓഫ് എക്സ്ചേഞ്ച്. അതായത് ഈ കാർഷിക ഉൽപ്പാദനത്തിൻ്റെ വർധനവ് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിന്, അതുപോലെ തന്നെ അത് കൈമാറുന്ന ഷോപ്സിൻ്റെയൊക്കെ ഒരു വികാസനത്തിനൊക്കെ ഇത് വഴിയൊരുക്കി. നെക്സ്റ്റ് വൺ, ദ സെൻറ്റേഴ്സ് ഓഫ് എക്സ്ചേഞ്ച് ലേറ്റർ ട്രാൻസ്ഫോംഡ് ഇൻ ടു ടൗൺസ് ആൻഡ് സിറ്റീസ്. അതായത് ഈ കൈമാറ്റ കേന്ദ്രങ്ങളൊക്കെ പിൽക്കാലത്ത് പട്ടണങ്ങളായും നഗരങ്ങളായും ഒക്കെ രൂപാന്തരപ്പെട്ടു. കമ്പയർ ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓൺ ദി ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് ആൻഡ്
ഇൻ ദ സ്റ്റോൺ ഏജ് ആൻഡ് ദ ബ്രോൺസ് ഏജ്. അപ്പോൾ ഈ ശിലായുഗത്തിലെയും അതുപോലെ തന്നെ ഈ വെങ്കലയുഗത്തിലെയും ഒക്കെ മനുഷ്യജീവിതത്തിൻ്റെ സവിശേഷതകൾ താരതമ്യം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. So that's all for today. We'll see you on the next class. Thank you.